ഇത് കരിമുത്തൽ എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ്. കരിമുത്തൽ ഇതിൻ്റെ ഷേപ്പ് കണ്ടാൽ അറിയാൻ പറ്റും. ഇതൊരു ബ്രെയിനിൻ്റെ ഷേപ്പാണ്. ഇത് നമുക്ക് സ്പൈനൽ കോഡായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ താഴോട്ടുള്ള തണ്ട സ്പൈനൽ കോഡ്, ഇത് ബ്രെയിൻ. ഇവിടെ തൊട്ടടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചേർന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെറിയ ചെറിയ വരകൾ. അതൊക്കെ നമ്മുടെ ബ്രെയിനിലുള്ള നെർവുകളാണ്. അപ്പോൾ ഇത് ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു നല്ല ഔഷധമാണ്. ഇത് ചെറുതായിട്ട് അരിഞ്ഞ് അല്പം തേങ്ങയും ഉള്ളിയും ഉപ്പും നാരങ്ങാനീരും ചേർത്ത് കഴിക്കാൻ പറ്റിയ ഉഗ്രൻ സാലഡാണ്. ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാം. ഓട്ടിസം പോലെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് മരമുന്തിരിയാണ്. മരമുന്തിരി ജംബോട്ടിക്ക എന്ന് പറയും. നമ്മൾ കണ്ടിരിക്കുന്ന ഒരു പക്ഷേ ഒരു മുന്തിരിയുടെ കളറ് ഒരു ബ്ലാക്ക് കളറ് അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇത് പച്ച കളറിലുള്ള വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സാണ്. ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു ഫ്രൂട്ടും കൂടെയാണ്. ധാരാളം കായ്ക്കും. നമ്മുടെ ഇവിടെ വീടുകളിൽ വെച്ച് പിടിപ്പിച്ചുള്ള എല്ലാ ദിവസവും ഫ്രൂട്ട്സ് ഉണ്ടാകും. അങ്ങനെ വളരെ നല്ല ഒരു ഫ്രൂട്ട്സിൻ്റെ ചെടിയും ഫ്രൂട്ട്സുമാണിത്. കമണ്ടലു എന്ന് പറയുന്ന ചെടിയാണിത്. ഇതിൽ കമണ്ടലുവിൻ്റെ കായാണിത്. ഇത് മൂത്ത് കഴിഞ്ഞാൽ ഇത് പണ്ട് മുനിമാർ ഭക്ഷണം കഴിക്കാനും വെള്ളം കൊണ്ടുപോകാനും സൂക്ഷിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന പാത്രമായിട്ട് ഇതിൻ്റെ തോടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ വൃക്ഷങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ എല്ലാം ഇങ്ങനെ കവട്ടകളുണ്ട്. ഈ മുനിമാരിങ്ങനെ കൈയൊക്കെ വെച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ ഒരു വടിയുണ്ടല്ലോ, അതാണ് ഈ കവട്ടകൾ അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വൃക്ഷവും ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രത്തിൻ്റെ കായുമാണിത്. ഇതിനകത്ത് മുഴുവൻ ഫ്രൂട്ട്സാണ്. ഇത് പാകമാകുമ്പോൾ ഇത് ആക്സോ ബ്ലേഡ് കൊണ്ടോ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഇതിൻ്റെ അകത്ത് മുഴുവനായിട്ടും ഫ്രൂട്ട്സാണ്. അത് പല വിധത്തിലുള്ള രോഗങ്ങൾക്കുള്ള മരുന്നുമാണ്. ഇത് അർബുദനാശിനി എന്ന് പറയുന്ന ഒരു മരുന്നാണ്. ക്യാൻസറിന് പ്രതിവിധിയായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള കുല, ഇതിനകത്തെല്ലാം പൂക്കളാണ്. ഇതിൻ്റെ ഈ ഇല മാറ്റിക്കഴിയാൻ കാണാൻ പറ്റും, അകത്തെല്ലാം പൂക്കളാണ്, ചെറിയ ചെറിയ പൂക്കൾ. ഇതിൻ്റെ ഈ ഇങ്ങനെ മുടി പോലെ കൊല പോലെ കിടക്കുന്നത് കട്ട് ചെയ്ത് ചേനയ്ക്കകത്തൊക്കെ പുഴുങ്ങി കഴിക്കുന്നത് ക്യാൻസർ രോഗത്തിന് അത്യുത്തമമായ ഒരു മരുന്നാണ്. അർബുദനാശിനി എന്ന് ഇതിൻ്റെ പേര്. ഇത് ചങ്ങലമ്പരണ്ട എന്ന് പറയുന്ന ഒരു ഔഷധമാണ്. നമ്മുടെ അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്കുള്ള ഒരു മരുന്നാണിത്. ഇത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നമ്മുടെ അസ്ഥികൾ പോലെ തന്നെ നോക്കിയാൽ ഇതിങ്ങനെ ഓരോ അതിലാണ് ഓരോ ജോയിൻറ്റിലുമാണ് ഈ ഇല വെച്ചിരിക്കുന്നത്. ഓരോ അസ്ഥി അങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലെ തോന്നും. ഇത് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് കാച്ചി 3 ആവർത്തി കാച്ചി ആ എണ്ണ നമ്മുടെ മുട്ടിലൊക്കെ പുരട്ടിയ മുട്ടുവേദന നിശേഷം പോകും. അതോടുകൂടി തന്നെ ഇപ്പോൾ നമുക്കിതിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്ത് ഇതുണ്ട്, ഇത് അസ്ഥിയുടെ ഷേപ്പാണിത്. ഇതൊരു ചെറിയ കഷ്ണം എടുത്ത് കുഞ്ഞായി ചെറുതായിട്ട് ഇങ്ങനെ കണ്ടിച്ച് എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ചമ്മന്തി അരച്ച് കൂട്ടുന്നതും ഈ ആർത്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾക്ക്, ജോയിൻറ്റ് പെയിന് അല്ലെങ്കിൽ ഓട്ടോഇമ്യൂൺ ഡിസീസിനൊക്കെ നല്ലതാണ്. ഈ ജോയിൻറ്റ് പെയിൻസൊക്കെ കംപ്ലീറ്റ് മാറിക്കോളും. ഇത് കിരിയാത്ത് എന്ന് പറയുന്ന ഒരു ഔഷധമാണ്. നിർബന്ധമായിട്ടും എല്ലാവരുടെയും വീടുകളിൽ വച്ചു പിടിപ്പിക്കേണ്ട ഒരു ഔഷധമാണ്. കൈപ്പേറിയ ഒരു മരുന്നാണിത്. നമ്മുടെ പനിയുടെ വൈറസിനെ, ഇപ്പോൾ കോവിഡൊക്കെ വന്ന കാലഘട്ടങ്ങളിൽ ഈ കിരിയാത്ത കഷായം കുടിച്ചവർക്ക് ആർക്കും കോവിഡ് വന്നിട്ടില്ല. ഇപ്പോൾ പനിയൊക്കെ മാറ്റാനുള്ള ഏറ്റവും നല്ല ഒരു നാച്ചുറൽ ഔഷധമാണ് ഈ കിരിയാത്ത്, ചുക്ക്, മല്ലി, ദേവതാരം, ഇത് 4 തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കുടിക്കാം. അതല്ലെങ്കിൽ ഇത് മാത്രം, ഈ കിരിയാത്ത് മാത്രം തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും പനി കംപ്ലീറ്റ് മാറാൻ ഏറ്റവും നല്ല ഒരു മരുന്നാണ്. എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഔഷധം. ഇതിങ്ങനെ ഈ 1, 2, 3, 4, 5 മുലക്കണ്ണുകളുമായിട്ടാണ് ആയുർവേദ ആചാര്യന്മാർ ഇതിനെ പരിചയപ്പെടുന്നത്. അതുകൊണ്ടാണ് 5 മുലച്ചി എന്ന് പറയുന്നൊരു പേര് വന്നിരിക്കുന്നത്. ഇത് ഉദരസംബന്ധമായ രോഗങ്ങൾക്കുള്ള ഒരു വളരെ നല്ല ഔഷധമാണ്. അതോടൊപ്പം തന്നെ ഇത് പഴുത്തതാണ്, അതുകൊണ്ടാണ് ഈ കളറ്. ഇതിൻ്റെ പച്ച കളറാണെങ്കിൽ ഇത് നമുക്ക് തോരൻ വെക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഔഷധങ്ങളും ഇങ്ങനെയുള്ള ചെടികളും നിങ്ങളുടെ വീടുകളിൽ വെച്ച് പിടിപ്പിച്ചാൽ തീർച്ചയായിട്ടും ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരു നല്ല ഉപാധിയായിട്ട് അത് മാറും.